അൽ മുക്താദിർ ജ്വല്ലറിയുടെ സാമ്പത്തിക തട്ടിപ്പിൽ നടപടിയെടുക്കാതെ സംസ്ഥാന സർക്കാർ കള്ളപ്പണം വെളുപ്പിക്കലും മണി ചെയിൻ മാതൃകയിൽ ധനശേഖരണവും നടന്നതായി ഇൻകം ടാക്സ് റെയ്ഡിൽ വ്യക്തമായിട്ടും അൽ മുക്താദിർ ജ്വല്ലറിക്കെതിരെ യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. മതം പറഞ്ഞും മതനേതാക്കളെ ഉപയോഗിച്ചും അൽ മുക്താദിർ ജ്വല്ലറി ഉടമ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം തട്ടിയെടുത്തത് 2000 കോടിയിലേറെയെന്നും പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി. ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം നടത്തിയ റെയ്ഡിൽ ഗുരുതരമായ കണ്ടെത്തലുണ്ടായിട്ടും സംസ്ഥാന സർക്കാർ അൽ മുക്താദ് ജ്വല്ലറിക്കെതിരെ യാതൊരുവിധ നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. കള്ളപ്പണം വെളുപ്പിക്കൽ, മണി ചെയിൻ മാതൃകയിൽ സാമ്പത്തിക തട്ടിപ്പ് എന്നിവയാണ് കണ്ടെത്തൽ. പണിക്കൂലി രഹിത സ്വർണം എന്ന മോഹന വാഗ്ദാനം നൽകി മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം തട്ടിയെടുത്തത് 2000 കോടിയിലേറെയാണ്. വിവിധ ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിൽ 400-ലധികം എഫ്ഐആറുകളാണ് അൽ മുക്താദിർ ജ്വല്ലറി ഉടമ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാമിനെതിരെ രജിസ്റ്റർ ചെയ്തത്. എന്നാൽ ഇതുവരെ യാതൊരു നിയമ നടപടികളും സ്വീകരിക്കുവാൻ പോലീസ് തയ്യാറായിട്ട് പോലുമില്ല. കോടികളുടെ തട്ടിപ്പ് നടത്തിയ മൻസൂർ വിദേശത്തേക്ക് കടന്നതായിട്ടാണ് വിവരം. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തട്ടിപ്പാണ് മൻസൂർ നടത്തിയത്. എന്നാൽ പോലീസ് ഇക്കാര്യത്തിൽ വേണ്ടത്ര ഗൗരവം കാണിച്ചില്ല എന്നാണ് പരാതി. അൽ മുക്താദിർ ജ്വല്ലറി ഉടമയെ സംരക്ഷിക്കുന്ന നടപടിക്കെതിരെ വ്യാപക വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.